അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഏറെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതെങ്ങനെയാണ് ഇനി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് 3 നേന്ത്രപ്പഴമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 3 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിനുശേഷം പാൻ എടുത്തതിന് ശേഷം അതിലൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും നട്ട്സ് നമുക്ക് കട്ട് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏത് നട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് ആ നെയ്യിലോട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് നെയ്യിലൊന്ന് വഴണ്ട് വരണം. അതിപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യിലെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. അതൊരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ പഴമൊക്കെ നമുക്ക് ആ പാനിൽ ശർക്കരയിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വരണം. നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് ഡ്രൈ ആയി വരണം. ഇപ്പോൾ ഒരു ഏലക്ക ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഡ്രൈ ആയി നല്ലൊരു ഒരു പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുക്കാം. അതിൽ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് മാവിന് 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം കൂടി കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിലാണ് അതിപ്പോൾ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ചെറിയ പാത്രം എടുത്താലും മതി. എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്കൊന്ന് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആ കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് മുന്തിരിങ്ങ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് കുക്കായി വരും. അപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കായി ഒന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുക്കായി ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.